മോൾദീവ്സിലെത്തി. ഇവിടെ സീപ്ലെയിനിന്റെ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. എന്റെ 3ാമത്തെ ടൈമാണ് മോൾദീവ്സിൽ. നമ്മൾ രണ്ടുപേരും ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് സീപ്ലെയിനിൽ പോകുന്നത്. ഞാൻ ഇതിന് മുന്നേ മോൾദീവ്സിൽ 2 times പോയിട്ടുണ്ട്. അഫ്കോഴ്സ് സ്ഥലങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ ഇത്രയും പീസ്ഫുൾ ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. രാവിലെ വേറൊരു സീനിക് ബ്യൂട്ടിയാണ്, രാത്രി വേറെ ബ്യൂട്ടി. ഈ രാത്രി ലൈറ്റ് എവിടെ നിന്നാണ് കത്തുന്നത്? കോംപ്ലിമെന്ററി 5 minutes പായ്ക്ക് വന്നേക്കുവാ. അശ്വിൻ ഇതിനു വേണ്ടിയാണ് ജീവിതത്തിൽ കാത്തിരിക്കുന്നത്. അവൻ പറയാം 5 minute എങ്കിൽ 5 minute. കോംപ്ലിമെന്ററി അല്ലേ, നമുക്ക് പോയിരിക്കാം. അശ്വിനെ എനിക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞ കടലിലൊന്ന് ചാടിക്കണമെന്ന്. എന്നിട്ട് എനിക്ക് ആ റൂമിനകത്ത് ഗ്ലാസ്സിൽ കൂടെ അവൻ കടലിൽ കൂടെ പോകുന്നൊന്ന് കാണണമെന്ന് ഭയങ്കര ഒരാഗ്രഹം. അപ്പം ഞാൻ ആദ്യം ഇവനെ ഇറക്കിയിട്ട് കടലിൽ ഇവനെ മീൻ കൊന്നില്ലെങ്കിൽ ഞാനും ചാടും. എൻ്റെ വെയിറ്റ് ഇടയ്ക്ക് ഇങ്ങനെ ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ്റെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനും തന്നെ നല്ല പാടുണ്ട്. ഞാൻ ഇന്ന് വലിയ കാര്യത്തിൽ ഇവിടെ കടലിലൊന്ന് ഇറങ്ങിയതാണ്, നിങ്ങൾ കണ്ടല്ലോ. തിരിച്ച് കയറാൻ ഞാൻ സത്യം പറഞ്ഞാൽ ഓർത്തില്ല. ആ പിടിച്ച് കയറുന്ന സ്റ്റെപ്പിൽ കാല് എൻ്റെ ഈ ബസ്റ്റിൻ്റെ ഏരിയ വരെ മുട്ട് കൊണ്ടുവന്നാലേ അതിൽ കയറാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് എനിക്ക് പിന്നീടാണ് പിടി കിട്ടിയത്. അപ്പോൾ നമ്മൾ ഡിന്നറിന് അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. അവിടെ എന്തൊക്കെയാണ് പരിപാടി എന്നുള്ള ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് അവിടെ എത്തിയിട്ട് കാണിച്ചു.